ഉലുവ എല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ അരിഞ്ഞതാണ് അത്. ഒന്ന് മൂത്ത് വരുമ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി കുറച്ചേ ഇടുന്നുള്ളൂ. ഇത്രയും കൂടെ മൂത്ത് വരും. കറിവേപ്പില കിട്ടിയില്ലല്ലോ. ഇനിയിപ്പം നമ്മളെല്ലാം കറിവേപ്പില ഇവിടെ നമുക്കിവിടെ ഇല്ല, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണം. നമ്മുടെ വീട്ടിലില്ലല്ലോ. അത് കിളിച്ച് വരുന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ എടുക്കാഞ്ഞത്. കിളിച്ച് വരുന്നതല്ലേ, ഇനി എല്ലാം വെച്ച് പിടിപ്പിച്ചെല്ലാം വാങ്ങണം. വെക്കുന്ന എല്ലാം പോവല്ലേ. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചി ചുവന്നുള്ളിയും കൂടെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളകും പുളിയും കൂടെ ഇട്ട് കൊടുത്തതൊന്ന് നല്ലപോലെ ഒന്ന് വഴണ്ട് വരട്ടെ. വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പുളിയിട്ട് ഉപ്പും ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ച് അരപ്പും പുളിയെല്ലാം ഒന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് മീൻ ഒന്ന് കഴുകിക്കൊണ്ട് വരാം. അതുകൊണ്ട് മാറ്റണ്ട. അപ്പോൾ നമ്മുടെ അരപ്പും പുളിയെല്ലാം തിളച്ചിട്ടുണ്ട്. അപ്പോൾ മീനെല്ലാം കഴിയാൻ വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പം നമുക്കത് പെറുക്കി ഇട്ട് കൊടുക്കാം. അപ്പം മീൻ കഷ്ണം എല്ലാം പെറുക്കിയിട്ട് ഇത്തിരി ചാറ് വേണ്ട, ഇച്ചിരി പറ്റക്കറി ഇരുന്നോട്ടെ. അപ്പം നമുക്കതൊന്ന് അടച്ച് വെക്കാം. അപ്പം നമ്മൾ മീനൊക്കെ അടുപ്പിൽ വെച്ച് അടച്ച് വെച്ചല്ലോ. ഞാനിടയ്ക്കൊന്ന് നോക്കി മീൻ ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്നൊക്കെ ഞാൻ നോക്കി. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പം വേണമായിരുന്നു ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിയൊക്കെ റെഡിയായി. എന്താ കണ്ടോ, നല്ല ചാറ്. അപ്പം നമുക്കിനി
ഇത് ഇറക്കി വെക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സപ്പോർട്ടുണ്ടെങ്കിലേ മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ. ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും എനിക്ക് ലൈക്ക് അടിക്കണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.